നമ്മളിന്ന് ഒരു സിമ്പിളായിട്ട് സമൂസ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ സിമ്പിളായിട്ട് സമൂസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പം നമുക്ക് വീഡിയോയിൽ ഡയറക്റ്റ് പോകാം. അതിനു മുന്നേ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറയാൻ പോവാണ്. ലിസ്റ്റിലെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാൻ പോവാം. ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്, ചെറിയൊരു തക്കാളി, മുട്ട, പിന്നെ നമുക്ക് ഇവിടെ ചീസ് ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ആ ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അമുലിൻ്റെ ബട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉരുളൻകിഴങ്ങ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ചൂടായതുകൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ കൂടെ ഫുഡ് ഉണ്ടാക്കാൻ അരുമോളും ഉണ്ട് കൂടെ. അപ്പം ഞാനിവിടെ പാന് ഓണാക്കിയിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ചൂടായി വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ ഗ്യാസ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലീക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ഇഷ്ടിക വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരും ഒന്നും വിചാരിക്കേണ്ട, വളരെ ഒറിജിനാലിറ്റി ഉള്ള വീഡിയോസാണ്. എനിക്കിങ്ങനെ ഭയങ്കര ഇതാക്കിയിട്ട് ചെയ്യേണ്ട ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം അതാണ്, എനിക്കിങ്ങനെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എങ്ങനെയാണോ റിയാലിറ്റിയിൽ അങ്ങനെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, നമ്മൾ ആദ്യം ഇവിടെ ബട്ടറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ബട്ടർ ചേർക്കാൻ പോവുകയാണ്. ഞാനൊരു ഇത്രയും ഭാഗം ബട്ടറാണ് ഇവിടെ ചേർക്കുന്നത്. കട്ടൊക്കെ ഉപയോഗിച്ച് ചെയ്യണവർ ശ്രദ്ധിക്കുക. പുതിയ പാത്രങ്ങളാണെങ്കിൽ പുതിയ പാത്രം കേടുവരാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ഞാൻ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ആയി ഇങ്ങനെ മെൽറ്റായിട്ട് വരുന്ന ആ ഒരു ടൈമും കൊണ്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, മീഡിയം സൈസ് സവോള ആണ്, അതിവിടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം മീഡിയം ഫ്ലെയിം ഒന്ന് കൂടുതലാക്കി വെച്ചിട്ട് ഒന്ന് വഴറ്റി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്കൊന്ന് മീഡിയത്തിലോട്ട് വെച്ച് കൊടുക്കാം. എന്ത് അത് ഇതിൻ്റെയാണ്, ഗ്യാസിൻ്റെ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറിയ സൈസിലുള്ള ഒരു തക്കാളി കട്ട് ചെയ്തതാണ്. ചെറിയ സൈസാണ്, തക്കാളി വല്ലാണ്ട് ഇഷ്ടമല്ല. ചെറിയ സൈസിലുള്ള തക്കാളിയാണ്, അത് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരൊറ്റ തക്കാളി. അപ്പം തക്കാളി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാം, ഇവിടെ ആർക്കും വല്ലാണ്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ തക്കാളി ചെറിയ സൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വലിയ ഫോർമാറ്റിൽ സംസാരിക്കാൻ എനിക്ക് വെക്കില്ല, അപ്പോൾ ഞാൻ എൻ്റെ ഭാഷയിലെ പേർക്കും സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഏകദേശം ഒന്ന് വഴറ്റി വരുന്നുണ്ട്, വഴറ്റുന്നുണ്ട്, എന്താണെന്ന് എനിക്കും അറിയില്ല, എന്താ പറയുന്നത്. അപ്പോൾ എൻ്റെ കൂടെ അനുമോളും ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ ആണ് സമൂസ ഉണ്ടാക്കാൻ പോണത്. ഹെൽപ്പറാണ്, ലൈക്ക് ക്യാമറമാനാണ്, അതുപോലെ തന്നെ ആവശ്യങ്ങൾ വന്നാൽ ചെയ്തു തരുന്നതോളാണ്. അപ്പം ഇതൊന്ന് ലേറ്റ് ഇവിടുന്ന് ആയതുകൊണ്ട് ഇങ്ങനെയാവും ക്ലിയർ ഉണ്ടാവുക. ഇങ്ങോട്ട് വാങ്ങിച്ച് ഇവിടേക്ക് പോണി. ദിസ് ഇസ് മൈ ഹെൽപ്പർ അഫ്ന, പാവാണ്. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കൽ ഞാനായിരിക്കും. പിന്നെ ഒറ്റയ്ക്ക് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ഫ്ലോപ്പായി പോകാറുണ്ട്. ഇന്നലെ എന്താ ട്രൈ ചെയ്തത്? ഓറിയോൻ്റെ എന്തോ സാധനം ഉണ്ടാക്കി, കേക്ക്. അതങ്ങനെ കൊണ്ടുപോയി കളഞ്ഞി. അങ്ങനെ രസമില്ലായിരുന്നു, ഓൾക്ക് തന്നെ അറിയിനി, ഓൾ തന്നെ അത് തിന്നിട്ട് ഓൾക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ നമ്മൾ തക്കാളി ഇത് ഒരു ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലെയിം ഉണ്ട് ചെയ്യാം, ഒരു മീഡിയം ഇതിലോട്ട് വെക്കാം. ഇനി അതിലോട്ട് ഉപ്പാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. മുട്ടയൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ഇട്ട് കൊടുക്കുക. ഞാൻ വലിയ കുക്കറല്ലാത്തതുകൊണ്ട്, ഷെഫ്, ഓക്കെ, കുക്കറല്ല, ഷെഫ് അല്ലാത്തതുകൊണ്ട്
അതിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇത് പറഞ്ഞു തരാൻ അറിയത്തുള്ള എത്രയാണ് ഇടേണ്ടതെന്നൊന്നും എൻ്റെ ഒരു മനക്കണക്കിൽ ഞാനൊന്ന് ഉണ്ടാക്കിയെടുക്കുവാണ് ഗായ്സ്. അപ്പോൾ ക്യാമറ ഒന്ന് സ്റ്റഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആദ്യം തന്നെ. ഇതൊക്കെ ഏകദേശം അതിൻ്റെ വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം വേവണം ഗായ്സ്. എന്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് കുത്തി കൊടുക്കാം. നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ പറഞ്ഞു, എനിക്ക് അളവ് അറിയില്ലാണ്, വളരെ കുറച്ച് മതി. ഇത് കുറച്ച് കൂടിപ്പോയി എന്ന് മനസ്സ് പറയുന്നു. സാരമില്ല, നമ്മളല്ലേ തിന്നാൻ പോകുന്നത്. എഗ്ഗ് മസാല ഉള്ളവർക്കിടാം. എൻ്റെ വീട്ടിൽ എഗ്ഗ് മസാല ഇല്ല. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ മസാലക്കൊരു ഈ പൊടികൾക്കൊരു കുത്തുണ്ട്. അപ്പോൾ ആ ഒരു കുത്ത് പോണ വരെ നമ്മളിത് ജസ്റ്റ് വഴറ്റിയെടുക്കണം. ഭയങ്കരമായിട്ടുള്ളൊരു കുത്തുണ്ടാവും, മണം. എന്ത് കുത്ത് പറഞ്ഞാൽ മണം, അതായത് മസാല നമ്മൾ കുത്തണതല്ല. അപ്പോൾ ആ ഒരു സ്മെല്ല് പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ സാബ്സിൻ്റെ ചിക്കൻ മസാല ആഡ് ചെയ്യാൻ പോകുന്നു. എഗ് മസാല ഉള്ളവർക്ക് അത് ആഡ് ചെയ്യാം. ഞാനിവിടെ കണക്കൊന്നും ചോദിക്കരുത്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുക. ഇതിൻ്റെ മനക്കണക്കാണ്. എരി കൂടിയാലും നമുക്ക് പ്രശ്നമില്ല, തിന്നാൻ നമ്മളുള്ളൂ എന്നുള്ള ബോധം വേണം. കട്ട പിടിച്ചിട്ട് കളഞ്ഞാൽ മതി, ഉടയുന്നില്ലേ. ചെറുതായിട്ടുള്ള സ്മെല്ലുണ്ട്. ഷെഫ് അനു പറയുന്നത് സ്മെല്ല് ചെറുതായിട്ടുണ്ടെന്നാണ്. എഗ്ഗ് ആഡ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചിക്കി പരത്താം. ഇത് തന്നെ ചിക്കി പരത്തുക. കണ്ടോ, മിക്സ് ചെയ്യാം. മിക്സ് ചിക്ക, മുട്ട ചിക്ക എന്നൊക്കെ പറയാം. കുറച്ച് സ്പീഡാണ്, അതൊന്നും നമ്മൾ ഫ്ലെയിം കുറച്ച് സ്പീഡാക്കി എടുക്കുന്നുണ്ട്. മുട്ട വെന്ത് വരാനുള്ള ടൈം കൊടുക്കണം. മുട്ട വെന്ത് വരണം. ഫ്ലെയിം കൂട്ടി ചെയ്യുന്നത് ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. അപ്പോൾ നമ്മളിവിടെ ഇതൊരൊറ്റ ഉരുളക്കിഴങ്ങാണ്. അത് 5, 6, 10, 15 വിസിലടിച്ചിട്ടാണ് ഇത്രയും വേവ് വന്നിട്ടുള്ളത് ഗായ്സ്. അപ്പോൾ ഇത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഉപ്പിട്ടിട്ടാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഉപ്പ് കുറവ് തോന്നുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആസ് പെർ റിക്വയർ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ഇടാം ഉപ്പ്. പിന്നെ കറിവേപ്പിലൊക്കെ വേണവർക്ക് ഇടാം. ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. എനിക്ക് കറിവേപ്പിലൊക്കെ പൊട്ടിക്കാൻ പോകാൻ പറ്റിയ സമയമല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല. അപ്പോൾ ഇതും കൂടെ യോജിച്ച് വന്നാൽ നമ്മുടെ സമൂസക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാലൻസിൽ ചീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീസ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ്.
അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ എന്തോ സാധനം ഉണ്ടാക്കാൻ വേണ്ടി കൊടുന്ന പീസാണ്. അതുകൊണ്ട് ബാലൻസ് ഇരിക്കണുണ്ടപ്പോൾ ഞാൻ അത് ഇതിലോട്ട് ഇടാമെന്ന് വിചാരിച്ചു. നാശമാക്കി പോണകട്ടെ നല്ലതല്ലേ, ഉപകാരത്തിന് പെടുകയാണെങ്കിലും. അപ്പോൾ ചീസ് ഇട്ടിട്ട് അത് ചൂടുണ്ടല്ലോ ഓൾറെഡി പാന്, അപ്പോൾ ആ ഒരു പാനിൻ്റെ ചൂടുകൊണ്ട് മെൽറ്റ് ആയിക്കോളും. ഇത് വെറും എന്താ പറയുക, ഇവിടെ ബാലൻസ് വന്ന് ഞാൻ ഇട്ടതാണ്. ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. നമുക്ക് നിർബന്ധമില്ല ചീസ് ഇടണം എന്നുള്ളത്. ഞാനിവിടെ സ്വീറ്റ്സിൻ്റെ സമോസ ഷീറ്റാണ് യൂസ് ചെയ്യണത്. സമോസ ഫോൾഡ് ചെയ്യാം. വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഞാൻ സമോസ ഷീറ്റ് സാധാരണ ഫോൾഡ് ചെയ്യൽ. മൈദ യൂസ് ചെയ്യാൻ നോക്കി യൂസ് ചെയ്യാം. ഞാൻ വെള്ളത്തിലാണ് യൂസ് ചെയ്യൽ. ഇതൊക്കെ ചെറിയ കൈ കിട്ടിയിരുന്നു. അതെ, ഒന്നാകണ്ട് കോരാണെൻ്റെ ഇതെല്ലാം കിട്ടും. ചെറിയ കയ്യിലെടുത്താൽ ഇതാവില്ല. വലിയതായ ഇതാണ് ഗുണം. അതെ അതെ, പെട്ടെന്ന് പൊരിയിടണം. അപ്പോൾ അത്രയും മസാലയിൽ നമുക്ക് ഇത്രയും സമോസക്കുള്ളത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം അത്ര ഞാൻ എണ്ണിയിട്ടില്ല. ചായ തണച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കട്ടനാണ്. കട്ടൻ കഴിക്കുമ്പോൾ 4, 5, 6, 7, 8, 9, 10, 12 എണ്ണമാണ് കിട്ടിയത്. ആ നമ്മൾ ഇത്രയും മസാല വെച്ചിട്ട് 12 എണ്ണം കിട്ടി. നമുക്ക് മൂന്നാൾക്കും തിന്നാളുണ്ട്. അതെ അതെ അതെ, നമുക്കതെല്ലാം മിച്ചം. തിന്നാനേ വെച്ചോളൂ. ഇങ്ങനെയാണ് എൻ്റെ ഉമ്മ വലിയൊരു കയ്യിൽ കൊടുത്തിട്ട് പെട്ടെന്ന് കോരാനുള്ള സൂത്രാണ് ഒപ്പിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മകളെ ഒരു ചെറിയ കല്ലാണ് പറഞ്ഞത്. മകൾക്ക് അറിയില്ലല്ലോ. അങ്ങനെയൊന്നും കൊച്ചാക്കണ്ട. ഒരിക്കലും കേട്ടോ. എൻ്റെ ഈ കുഞ്ഞിക്കൈയിൽ ഒതുങ്ങുന്ന കയ്യിലാണ് ഞാൻ പറഞ്ഞത്. എണ്ണ കൊള്ളിയിട്ട് ഇടങ്ങറാവേണ്ടി വരും. കുട്ടിയുടെ വാപ്പ ക്ഷമയിൽ നിൽക്കണമെന്ന് കേട്ടോ. കുട്ടിയും കുട്ടിയുടെ വാപ്പയും ഇവിടെ സമൂസായോ എന്ന് നോക്കാൻ വന്നിട്ടുണ്ട്. ഇവക്കെന്താ വേണ്ടത്? ഷമൂഷ വേണോ? ഷമൂഷ നിങ്ങൾ കണ്ണിക്ക് ഫ്ലെയർ അടിക്കുമ്പോൾ പ്രേതക്കണ്ണ് മതി. ഏകദേശം ഒരു സമൂസ റെഡി ആയിട്ട് ഉണ്ട്. 12 എണ്ണം ലാസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഇനി എന്താ പൊരിക്കാൻ പോണത്? നഗ്ഗസ്. ഇതും കൂടാണ് നമ്മൾ പൊരിക്കണത്. നഗ്ഗസ്റ്റ് ശരിക്കും ഉക്ക് എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഫാമേഴ്സ് ചോയ്സ് ആണ്. സംഭവം കൊള്ളാം. ഞാൻ ഇന്നലെ പറയാൻ കിട്ടാത്ത വിഷമാണ് ഒന്നാമത്. അപ്പം എന്താ പറയുക, സമോസ ഇവിടെ റെഡിയായി. പിന്നെ മയോണൈസ് ഞങ്ങളിത് കൂട്ടാറില്ല. കെച്ചപ്പ് ഉണ്ട്, ടൊമാറ്റോ സോസ്, അത് കൂട്ടിയിട്ടാണ് തിന്നാൻ പോണത്. നെക്സ്റ്റും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ തിന്നും. മറ്റാളിന്ന് കളി കാണാൻ പോവാണ്. എന്താണ് എൻ്റെ മക്കളെ എന്ന് വിളിച്ചത്? ഇതൊന്നും അറിയാതെ ഞാൻ പാവുപ്പ തിന്നാൻ വിളിക്കൊച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കുട്ടി പണി പറ്റിച്ചു. അതുകൊണ്ട് ഞാനും ഇപ്പോൾ ഇവിടെ. പിന്നെ സമൂസ ഷീറ്റ് എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വയ്ക്ക് തന്നെ പെട്ടെന്ന് ആക്കാന്ന് വിചാരിക്കരുത്. അത് കുറച്ച് ടൈം വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പൊളിഞ്ഞ് പോവും കയ്യിൽ നിന്ന്. എൻ്റെ കയ്യിൽ നിന്ന് 2-3 ഷീറ്റ് അങ്ങനെ പോയി. അതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് അങ്ങനെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സമൂസ ആയിട്ടുണ്ട്. അടിപൊളിയാണെന്നൊക്കെ എനിക്ക് കൊണ്ടുവന്നത്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഹാഫായിട്ടുള്ള ഉള്ളു വേഗം കുറച്ച് എടുക്കാം. മതി ഇത്ര മതി. എക്കപ്പാടൊന്നും പൊരിക്കണ്ടേ? ഇതെന്തത്? ഊതിക്കൊക്കെ മതി.
നല്ല നേരം നമുക്ക് രണ്ടെണ്ണം തിന്നെ കൊന്നോ. അത്രയൊക്കെ തിന്നാ മതി. കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ മുതലായ എല്ലാം തിന്നാവുള്ളൂ. വയസ്സായി, കുറച്ചൊക്കെ തിന്നാ മതി. അത്ര മതി. അതിൽ കൂടുതലൊന്നും തിന്നാൻ പാടില്ല ഗൈസ്. പ്രത്യേകിച്ച് ഇത് ഓയിലിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ അത്ര ഓവറായിട്ടൊന്നും കഴിക്കാൻ പാടില്ല. പോരട്ടെ. അത് നിർത്തണ്ട. പണി പറ്റിച്ച് കോഴിയുടെ കനം കൊണ്ട് നമുക്ക് താങ്ങണില്ല. എൻ്റെ കുഞ്ഞ കൈക്ക് ഒതുങ്ങണ കോരിയൊക്കെ പറ്റും. ഈ കളറായാൽ നമുക്കത് കോരിയെടുക്കാം. നമ്മൾ പെച്ചിക്കാണ്, പെച്ചിക്ക് എടുത്ത് വെച്ചതാണ്. കട്ടൻ ചായ, കുട്ടൻ, ചട്ടൻ, മട്ടൻ കഴിച്ചോക്ക്. കഴിച്ചോക്ക്. കൊടി കൂടിയതാ. ഞങ്ങൾ തിന്നുന്നത് നോക്കിയിരിക്കും. നെയ്വാനിയ വാണയാ വാ. ചൂടുണ്ടേ, മെല്ലെ എന്നാ മതി. ഞാൻ മുക്കണ്ടല്ലോ. ടൈം ടു ഉപ്പിൻ്റെ കുറവുണ്ട് ഇല്ല? ഉപ്പിൻ്റെ ഒരു കുറവില്ലേ? സോസ് മിക്സ് ചെയ്യാൻ പറയണില്ല. എൻ്റെ ഇതിനെ കുറിച്ച് ഞാൻ തന്നെ പറയാം. എനിക്കറിയാം. നിങ്ങളൊക്കെ തിന്ന് തീർക്കണം. കട്ട് ചെയ്തിട്ട് ഇതിൽ മിക്സ് ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി തരാം. ഭാര്യമാരെ ഭർത്താക്കന്മാരുണ്ടാക്കിയിട്ട് സന്തോഷിപ്പിക്കാം. പ്രശ്നമുള്ള കേട്ടോ. ഇത്രേ ഉള്ളൂ. അതിൻ്റെ നെഗസ്റ്റ് ഇതല്ലല്ലോ, ഞാൻ ഉണ്ടാക്കിയല്ലോ. നിങ്ങൾ നെഗസ്റ്റ് നോക്കിയിട്ട് അടിപൊളി എന്ന് പറയാൻ അത് ആരാ ഉണ്ടാക്കിയതല്ലോ? ഞാൻ ഉണ്ടാക്കിയ സമൂസയുടെ തൊക്കെ വേണ്ടേ? ആ എന്താണ് സൂപ്പറായിട്ടുണ്ട് സമൂസ. നമുക്ക് മാത്രമേ ലോകത്ത് വാപ്പോഴും നോക്കി നോക്കിയിട്ട് കൗത്ത് തുടങ്ങിയിട്ടേ. അഭിനയ കൊല്ലാതല്ലി. ഇതാണ് സമൂസ. ആ അതെ അതെ. ഇത്രയും കാലത്ത് ഇങ്ങനെ സമൂസ ആ അതെ അതെ. സമൂസ ഒരൊറ്റ തള്ളയെന്ന്, ഒരു ഒന്നൊന്നര തള്ള്. അപ്പൊ അത്രേ ഉള്ളൂ ഗായ്സ്. ബൈ. എന്റെ സമൂസ അവിടെ വെച്ചു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. എന്താ ബൈ.